ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മെയ്റ്റ്സ്. അപ്പോൾ ഇന്ന് നമ്മളൊരു സയൻസ് എക്സ്പെരിമെൻറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പേര് ഹെറോൺസ് ഫൗണ്ടെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഫൗണ്ടെയിൻ. അതിൻ്റെ ഒരു ഡയഗ്രമാണിത്. ഇത് ഒരുപാട് മുമ്പ് നമ്മുടെ ഹിറോൺ എന്ന ഒരു ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ച ഒരു സംഭവമാണിത്. ഫസ്റ്റ് സെഞ്ച്വറി ADയിലാണിത് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ ആളെ പറ്റിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഗൂഗിളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ നമ്മളിത് ഒരു 3 ബോട്ടിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു 5-8 സ്ട്രോയും കൂടി ഉണ്ടെങ്കിൽ വളരെ ഈസിയായി. സ്ട്രോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു എന്താ പറയുക, നമ്മുടെ ഈ ഗ്ലൂക്കോസ് അതിലൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ട്യൂബില്ലേ, അതാണെങ്കിലും നന്നായിരിക്കും. സ്ട്രോ ആണെങ്കിൽ അത്ര ഒരു കനമുണ്ടാവില്ല എന്ന് മാത്രം. പിന്നെ നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണും അതുപോലെ സോൾഡറിങ് ആണും കൂടി ഉണ്ടെങ്കിൽ വളരെ എളുപ്പമായി കാര്യങ്ങൾ ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ സ്ട്രോയ്ക്ക് നീളം കുറവായതുകൊണ്ട് കുറച്ച് നീളം കൂട്ടാൻ വേണ്ടി നമ്മൾ സ്ട്രോകൾ തമ്മിൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് നമുക്ക് യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിങ്ക് കളറിലുള്ള സ്ട്രോ ഞാൻ 3 എണ്ണം കയറ്റി വെച്ചിട്ടുണ്ട്, 3 എണ്ണം യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലൂ കളറും അതുപോലെ ഗ്രീൻ കളറും ഞാൻ എടുത്തിട്ടുണ്ട്, അത് 2 എണ്ണം എടുത്തിട്ടുള്ളൂ. പിങ്ക് കളർ 3 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിങ്ക് ഞാൻ 3 എണ്ണം എടുക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അത് കുറച്ച് ലെങ്ത്തിൽ നമുക്ക് വേണം. കാരണം അത് ഏറ്റവും അടി മുതൽ മുകളിലെ ആ ഒരു ബോട്ടിൽ വരെ ചെല്ലേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം ചേർത്ത് വെച്ചത്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ താഴെ വെക്കുന്ന അടിയിൽ നിന്ന് മുകളിലേക്ക് 1, 2, 3 എന്ന് ബോട്ടിലിന് നമ്പർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏറ്റവും താഴത്തെ നമ്പർ 1ഉം നമ്പർ 2ൻ്റെയും അടപ്പുകൾ എടുക്കുക. എന്നിട്ട് അത് രണ്ടും തമ്മിൽ ഒന്ന് ഒരു ഗ്ലൂ ഗൺ ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് ഒട്ടിച്ച് വെക്കണം. എന്നിട്ട് നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു നന്നായിട്ട് ഒട്ടിച്ചതിന് ശേഷം കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം, നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ടൊന്ന് സീലായിട്ടുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ ഒരു സോൾഡറിങ് അയണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഹോൾ ചെയ്യാനുള്ള ഒരു സാധനം എടുത്തിട്ട് 2 ഹോൾ ഇടുക. കറക്റ്റ് ആ സ്ട്രോ കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്ന രീതിയിലുള്ള ഹോളാണ് ഇടുന്നത്. വല്ലാതെ വലിപ്പം കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചാൽ, വലിപ്പം കൂടിക്കഴിഞ്ഞാൽ ആ ഗ്യാപ്പൊക്കെ നമ്മൾ അടയ്ക്കേണ്ടതല്ലേ. അപ്പോൾ പരമാവധി കറക്റ്റ് സൈസിൽ തന്നെ ഹോൾ ഇടാൻ ശ്രദ്ധിക്കുക. അതിലേക്ക് നമ്മൾ നമ്മുടെ ഏറ്റവും ലെങ്ത്തിൽ ആയിട്ടുള്ള പിങ്ക് കളർ സ്ട്രോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ഏറ്റവും താഴത്തെ ബോട്ടിലാണത്. അപ്പോൾ അതിലേക്ക് നമ്മൾ പിങ്ക് കളർ സ്ട്രോ ഇറക്കി വെച്ചു. ആ ഒരു ഏറ്റവും താഴെ ലെവലിൽ എത്തുന്ന രീതിയിൽ വയ്ക്കുക. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ ഒരു സ്ട്രോ കറക്റ്റായിട്ട് അവിടെ ഫിറ്റായി നിൽക്കണം. അതിൻ്റെ ഇടയിൽ എയർ ഗ്യാപ്പൊന്നും ഇല്ലാതെ നമുക്ക് ഗ്ലൂ വെച്ചിട്ട് അടയ്ക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു കറക്റ്റ് അളവ് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം, ആ ഒരു താഴത്തെ ലെവലിൽ നിൽക്കുന്ന രീതിയിൽ മാർക്ക് ചെയ്തതിന് ശേഷം, നമ്മൾ ഈ ബോട്ടിലിൽ നിന്ന് ഈ അടപ്പ് ഊരി മാറ്റിയതിന് ശേഷമാണ് ഇത് ഒട്ടിക്കുന്നത്. അപ്പോൾ ഈ 2 സ്ട്രോയും, അതായത് ഗ്രീൻ കളർ സ്ട്രോയും കൂടി ഞാനിതിൽ വയ്ക്കുന്നുണ്ട്. അത് 2 ഒരുമിച്ച് ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫസ്റ്റ് ബോട്ടിലിൻ്റെ ജസ്റ്റ് താഴേക്ക് അങ്ങനെ ഇറങ്ങി നിന്നാൽ മതി. ആണോ, ഈ ഒരു അളവിൽ നിന്നാൽ മതി. അപ്പോൾ ഈ ഒരു ലെവലിൽ 2 അളവെടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഗ്ലൂ ചെയ്യുക. അപ്പോൾ അത് ഊരി എടുത്തിട്ട് ഗ്ലൂ ചെയ്താൽ മതി. ഉള്ളിലും ചെയ്യണം, പുറത്തും ചെയ്യണം. അപ്പോൾ ഈ സ്ട്രോ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഗ്ലൂ ഗണ്ണ് പറഞ്ഞാൽ കുറച്ച് ചൂടാനുള്ള സാധനമാണ്. അതുകൊണ്ട് വല്ലാതെ ഓവർ ചൂടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം സ്ട്രോ കേടുവന്ന് പോകാൻ സാധ്യതയുണ്ട്, ഉരുക്കി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഞാനിത് നന്നായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഭാഗം കംപ്ലീറ്റ് ആയി. അത് ഫസ്റ്റ് ബോട്ടിലിൻ്റെ ആ ഒരു വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് 2 സ്ട്രോ ഉണ്ട്. ഒന്ന് പിങ്ക് കളറും ഗ്രീൻ കളറും. അപ്പോൾ പിങ്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ നിന്നും, അതുപോലെ ഗ്രീൻ കളർ ജസ്റ്റ് ആ ബോട്ടിലിൻ്റെ ആ ഒരു നെക്ക് അവിടെ നിന്ന് തുടങ്ങിയാൽ മതി. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗ്രീൻ കളറ് സ്ട്രോ അതിൻ്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് മുകളിൽ വയ്ക്കുന്ന ബോട്ടിലിൻ്റെ കറക്റ്റ് ആ ഒരു എൻഡ് വരെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. എക്സസ് വരുന്നത് കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ 2ാമത്തെ ബോട്ടിലിൻ്റെ അറ്റത്തായിട്ട് കണ്ടില്ലേ, ഇവിടെയായിട്ട് നമ്മുടെ 3ാമത്തെ ബോട്ടിലിൻ്റെ അടപ്പ് അവിടെയാണ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഉണ്ടായിട്ട് 2ാമത്തെ ബോട്ടിലിൻ്റെ അടിഭാഗത്താണ് നമ്മുടെ ഏറ്റവും ടോപ്പിൽ വരുന്ന ബോട്ടിലിൻ്റെ അടപ്പ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൂ ചെയ്തിട്ട് അതൊന്ന് ഫിക്സ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഗ്ലൂ ചെയ്യുക. ഫസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് ചെയ്തതിന് ശേഷം അതിൻ്റെ ചുറ്റുഭാഗത്ത് കൂടി നല്ല ഉണങ്ങിയതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ, ഇതിലൊക്കെ നല്ലോണം നമ്മൾ വെള്ളം നിറയ്ക്കുന്ന സമയത്ത് അത്രയും വെയിറ്റ് വരുന്നതാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യുമ്പോൾ അത് പോരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് ശേഷം നമ്മൾ ആ ഒരു മൂടിയിൽ 2 ഹോള് കൂടി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് 2 സ്ട്രോ മുകളിലേക്ക് വരാനുണ്ട്.
അപ്പോൾ അതിൽ ഈ രണ്ടാമത്തെ ബോട്ടിലാണിത്. രണ്ടാമത്തെ ബോട്ടിൽ ഞാൻ ആ ബ്ലൂ കളർ നമ്മുടെ മൂന്നാമത്തെ സ്ട്രോ, അതായത് നമ്മൾ ഫൗണ്ടെയിനായിട്ട് ഉപയോഗിക്കുന്ന സ്ട്രോ ആണ് ഈ ബ്ലൂ കളറ്. അപ്പോൾ അത് ഞാൻ അതിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 1ഉം 2ഉം ബോട്ടിലുകൾ തമ്മിൽ ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ അത് രണ്ടും ഫിനിഷാവും. അപ്പോൾ നമ്മൾ ഈ ഓരോ ഭാഗം ചെയ്യുമ്പോഴും മറ്റേതെങ്കിലും ഭാഗങ്ങളിൽ പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ വെറും വളരെ കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ്, അത്ര ബലമൊന്നുള്ള ബോട്ടിലുകളല്ല ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പാർട്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഉണ്ടല്ലോ, ഒരു ഫസ്റ്റത്തെ ബോട്ടിൽ, രണ്ടാമത്തെ ബോട്ടിൽ, നമ്മൾ 2എണ്ണം തീർന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഞാനിട്ട സ്ട്രോ എങ്ങനെയൊക്കെയാണ് ഇട്ടിരിക്കുന്നത്, അതിൻ്റെ ലെവലും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ ഗ്രീന് കണ്ടല്ലോ, നമ്മളെ ഫസ്റ്റ് ആ ഒരു ജസ്റ്റ് എൻഡിൽ നിന്ന് താഴെ വരെ. പിന്നെ ഫൗണ്ടെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ബ്ലൂ കളറ് സ്ട്രോയാണ്. അത് കുറച്ച് പുറത്തേക്ക് എക്സസ് ആയിട്ട് കടന്നോട്ടെ, നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കളയാം. അതുപോലെ നമ്മളെ പിങ്കും ജസ്റ്റ് ആ ഒരു മൂടിയുടെ ആ ഒരു താഴെ ലെവൽ വരെ മതി നമുക്ക്. അത് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ആ ഗ്യാപ്പുകളൊക്കെ നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കുക. ഇനി നമുക്ക് മൂന്നാമത്തെ ബോട്ടിൽ, അത് ഫുള്ളായിട്ട് വേണ്ട, അതൊരു 1/4 ഭാഗം അല്ലെങ്കിൽ അര ഭാഗമോ മതി. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ മൂന്നാമത്തെ ബോട്ടിലും കട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 ഭാഗമാണ് കട്ട് ചെയ്തിട്ടുള്ളത്. വല്ലാതെ ഹൈറ്റ് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കൂടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറയണ്ടല്ലോ. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് അറേഞ്ച്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടല്ലോ, ഇതാ ഇതുപോലെയാണ്. അപ്പോൾ നമ്മൾ വെള്ളം ഫില്ല് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വെള്ളത്തിന് ഞാൻ ജസ്റ്റ് ഒരു കളർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഏറ്റവും ടോപ്പിലുള്ള ബോട്ടിൽ വെള്ളം നമ്മൾ ഒഴിക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ പിങ്ക് കളറ് സ്ട്രോ ആണ് ഏറ്റവും താഴെ ആ ലെവലിൽ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ട്രോയിലൂടെ വെള്ളം ഏറ്റവും താഴെയുള്ള ബോട്ടിലേക്ക് ഫില്ലാവാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് താഴെയുള്ള ബോട്ടിൽ ഏകദേശം ഒരു ഫുള്ളായിട്ട് തന്നെ നിറയ്ക്കണം. അപ്പോൾ ആദ്യം നമുക്ക് അതൊന്ന് ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏറ്റവും താഴെയുള്ള ബോട്ടിൽ ഏകദേശം വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഏറ്റവും താഴെയുള്ള ബോട്ടിലിൽ നമ്മുടെ ഗ്രീൻ കളർ സ്ട്രോ ഏറ്റവും ആ ഒരു ഫസ്റ്റ് ബോട്ടിലിൻ്റെ ആ നെക്ക് വരെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിത് ഇങ്ങനെ ഒന്ന് ചെരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്രീൻ സ്ട്രോയിലൂടെ വെള്ളം, അതായത് ഏറ്റവും താഴെയുള്ള ബോട്ടിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് രണ്ടാമത്തെ ബോട്ടിലേക്ക് ട്രാൻസ്ഫർ ആവുന്നത് കാണാം. കണ്ടില്ലേ? വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കാരണം നമ്മുടെ ഗ്ലൂ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് തന്നെ ശരിക്കും ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ ബോട്ടിൽ ഇത് കണ്ടില്ലേ, ആ ഒരു ഫസ്റ്റ് ബോട്ടിലെ എല്ലാ വെള്ളവും പിന്നെ രണ്ടാമത്തെ ബോട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ആ ഒരു ബോട്ടിൽ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് പഴയ ആ ഒരു സ്ഥിതിയിലേക്ക് തന്നെ വയ്ക്കുക. ഇത് വളരെ സൂക്ഷിച്ച് ചെയ്യുക. പിന്നെ അതുപോലെ വെക്കുമ്പോഴും വീഴാത്ത രീതിയിൽ വെക്കാൻ ശ്രദ്ധിക്കുക. കാരണം വെയിറ്റ് മുഴുവൻ മുകളിലത്തെ കുപ്പിയിലായതുകൊണ്ട് താഴെ ബോട്ടിൽ കാലിയാണല്ലോ. അത് പിന്നെയാണ് നമ്മൾ ടെസ്റ്റിങ് വരാൻ പോണത്. നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് കുറച്ച് വെള്ളം, അധികമൊന്നും വേണമെന്നില്ല, വളരെ കുറച്ച് വെള്ളം ഒഴിക്കുക. ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ടോപ്പിലുള്ള ആ ഫൗണ്ടെയിൻ സ്ട്രോയിലൂടെ വെള്ളം വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഏറ്റവും താഴത്തെ ബോട്ടിൽ എയർ മാത്രമാണുള്ളത്, രണ്ടാമത്തെ ബോട്ടിൽ ഫുള്ള് വെള്ളമാണുള്ളത്. അപ്പോൾ ഈ മുകളിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഈ പിന്നെ പിങ്ക് കളറ് സ്ട്രോയിലൂടെ വെള്ളം താഴേക്ക് പോകും. അപ്പോൾ ആ താഴേക്ക് പോകുമ്പോൾ ആ ഏറ്റവും താഴെയുള്ള ബോട്ടിലിൽ എയറാണല്ലോ. അപ്പോൾ ആ എയറിന് എങ്ങോട്ടെങ്കിലും പോകണമല്ലോ ഈ വെള്ളം വരുമ്പോൾ. അപ്പോൾ അതെന്ത് ചെയ്യും, രണ്ടാമത്തെ ബോട്ടിലേക്ക് ട്രാൻസ്ഫർ ആവും, ആ ഫസ്റ്റ് ബോട്ടിലുള്ള എയർ. അപ്പോൾ ഈ എയർ രണ്ടാമത്തെ ബോട്ടിലേക്ക് വരുമ്പോൾ അവിടെയുള്ള വെള്ളത്തിനെ എന്ത് ചെയ്യും, ഇത് തള്ളിയിട്ട് ഏറ്റവും ടോപ്പിലുള്ള നമ്മുടെ ബ്ലൂ കളർ സ്ട്രോയിലൂടെ പുറത്തേക്ക് തള്ളും. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. കണ്ടല്ലോ? അപ്പോൾ ഈ വെള്ളം നമ്മൾ രണ്ടാമത്തെ ബോട്ടിലെ വെള്ളം തീരുന്നത് വരെയാണ് ഈ ഒരു പ്രോസസ്സ് തുടരുക. അതും ഈ ഏകദേശം ഒരു താഴേക്ക് പോകുന്തോറും ഇതിൻ്റെ ഫോഴ്സ് കുറഞ്ഞു വരും, സ്വാഭാവികമാണത്. അപ്പോൾ ഇത് നോൺ സ്റ്റോപ്പ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് ആ രണ്ടാമത്തെ ബോട്ടിലെ വെള്ളം തീരുന്നതോടുകൂടി ഈ ഒരു ഫൗണ്ടെയിൻ നിൽക്കും, ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കും.
അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് വീണ്ടും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഇത് ഉണ്ടാക്കി നോക്കാൻ പറയുക. അതൊക്കെ പിന്നെ ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ കാണാതെ പഠിക്കുന്ന പോലെയല്ല, പെട്ടെന്ന് നമ്മുടെ മനസ്സിലുണ്ടാവും എന്നും അത് മാത്രമല്ല. അപ്പം അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ഇങ്ങനെ ചെയ്യാനൊക്കെ ഉള്ളൊരു പ്രചോദനമാവും ചെയ്യും. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ പിന്നെ കമൻസിൽ പറയുക എന്താണ് റിസൾട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും മറ്റൊരു വീഡിയോയിൽ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് കാണാം. താങ്ക് യു.